ഇത് അച്ഛൻ പണ്ട് ഗൾഫിലായിരുന്നപ്പോഴേ എല്ലാ കത്ത് എഴുതുമ്പോഴും ഈ പൂച്ച സ്റ്റാൻഡേർഡായിട്ട് അച്ഛൻ്റെ ഒരു എംബ്ലം പോലെ വരയ്ക്കുമായിരുന്നു കേട്ടോ, ഇങ്ങനത്തെ ഒരു പൂച്ചേനെ. അജുവിന്റെ വണ്ടിയാട്ടോ. അണക്ക് എഴുതുമ്പോ പൂച്ചാവൂല. എനിക്ക് എഴുതിയിട്ടില്ല, എന്റെ അച്ഛൻ എനിക്ക് കത്ത് ഇന്നേ വരെ എഴുതിയിട്ടില്ല. നിങ്ങൾക്കാണ് കഴുതകൾക്ക് കഴുത കത്ത് എഴുതും. ഉണ്ട് പോയോ ദാക്കണ നോക്ക്. ആണോ പിടിക്കട്ടെ ഞാൻ ആ പിടി. പിക്കോ വേണോ? ഖത്തറിലെ ഞണ്ടിന്റെ കടി കൊണ്ട് പോക്കൂ. നല്ല ക്യാപ്ഷനാവും. ചിക്കോ അത് പൂച്ചല്ല, മാടി വിളിക്കുമ്പോ അങ്ങോട്ട് ഞണ്ട് വരാനേ. ആ ഇരുന്നോ. ചിക്കുന്റെ വിചാരം ഒക്കെ ഓമനിച്ചാണ് വിളിക്കാന്നാ ഞണ്ടിനെ. ഓള് പല്ലീനെയൊക്കെ വിളിക്കണ പോലെയാണ്. ഞണ്ട് ഇങ്ങനെ അങ്ങനെ ഇറുക്കണ സൗണ്ട് ഉണ്ടാക്കിയ കിട്ടിയോ? നിന്നായിരുന്നില്ലെങ്കിൽ ആ ചോദിച്ചു വാങ്ങിച്ചു കേട്ടോ. 2 ചെരുപ്പിന്റെ ഇടയിൽ ഞാൻ ഞണ്ടിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അജു പിടിക്കടാ. കടി ഞാൻ കൊള്ളാണല്ലേ? പിടിച്ചോ? ഞാൻ പിടിക്കൂല. നിന്റെ സൈഡിൽ നിന്ന് വന്നാ നേരിൽ കണ്ട ഇറ്റൾക്ക് മനസ്സിലാച്ചു. നേരെ താഴ്ത്തു തലേന്റെ മേലെ കൂടെ മറച്ചുകൊണ്ട് പിടി. ഞെക്ക് എന്റെ തോടുമടി ഞെക്ക്. ഞെക്കിക്കോ ഞെക്കിക്കോ. അല്ല ഇങ്ങനെ കാട്ടി ഇല്ല, അവിടെ തന്നെ ഉണ്ട്. പിടിക്ക്. ഇല്ലടാ, അത് കടിക്കാൻ നോക്കണ്ടേ. ബാക്കിലൂടെ അങ്ങനെ തൊടിച്ചാൽ ഇറക്കാൻ പറ്റൂല. ബാക്കിലൂടെ തൊടി. ഞെക്കി പിടി ഞെക്കി പിടി. ഇല്ല, ഇറക്കൂല ഇറക്കൂല. സത്യമായിട്ട് ഇറക്കൂല. സുഭാഷേട്ടൻ പിടിക്കും. പക്ഷെ പിടി ഇങ്ങനെ പിടി, കുഴപ്പമില്ല. സുഭാഷേട്ടൻ 2 കാലും ഇങ്ങനെ പിടിച്ചു തരും. അതിന്റെ ഇറുക്കണ നാട്ടുകാരെ വേദനിപ്പിക്കണ അത്ര വേദന പോലും ഉണ്ടാവൂല. ഇന്നെ കൊറേ കുത്തിയതല്ലേ, എനിക്ക് വേണ്ട. പിടി ഇങ്ങനെ ഇവിടെ കൂടെ തല പുറത്താണ്. അതിനകത്ത് ഞെക്ക്. അവിടെ തൊടില്ല, അവിടെ തന്നെ ഉണ്ട്. ഞെക്കെട് വെക്ക്. അവിടെ ഇല്ല, അത് പിടിക്കില്ല. ബാക്കിലൂടെ പിടിച്ചാ മതി. ഇല്ല, അത് പിന്നെ ഞണ്ട് പിന്നെ ഉമ്മക്കോ? ഇല്ലല്ലോ, കടിക്കാൻ നോക്കുക. നമ്മള് സമ്മതിക്കരുത്. ബാക്കിൽ പിടി. ഇല്ല ചിക്കോ. എന്താ ജോ കിട്ടില്ല. അന്ന് ഞാൻ പിടിക്കും കടിക്കും പറഞ്ഞ ചിലപ്പോ ചിക്കു പിടിക്കുന്നു. കടിക്കൂല പറഞ്ഞോണ്ടാ പിടിക്കാത്ത തോന്നുന്നു. കുനതൊക്കെ എടുത്ത് തള്ളിട്ട വയറലാവും. കത്തി കയറും. വീഡിയോ ആണേക്കോ. എന്നിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം. വീഡിയോ കഴിഞ്ഞു. കണ്ടന്റ് കഴിഞ്ഞു. അല്ല, വന്ന കണ്ടന്റിന് കണ്ടന്റ് നല്ല റീച്ചുള്ള ഒരു കണ്ടന്റ് ഇട്ട് ഇങ്ങനെ ചോട്ടിയോ പോവാണെങ്കിൽ ഞാൻ ഒരു പിടുത്ത അന്യം കൊണ്ടേ പോവുള്ളൂ. പോടാ അവിടുന്ന്. കണ്ടന്റിന് വേണ്ടി കൊല്ലും ചെയ്യാറില്ല. അതാ മീൻ പിടിക്കണേ. അവിടെ വീണ്ടും ചൂണ്ടിടുന്നോർത്ത് പോവാ. അവിടെ ചൂണ്ടിട്ടുണ്ട് ആൾക്കാർ. അവിടേക്ക് പോവല്ലേ? ചൂണ്ട വാങ്ങിക്കല്ലേന്ന് കൊറേ കാലായിട്ട് പറയാൻ തുടങ്ങിയതാണല്ലോ. എന്നാ വാ, ചൂണ്ടിടുന്നോർത്ത് പോവാം. ചിലപ്പോ ഒരു മീനിനെ തരും. മീൻ പിടിക്കാൻ പോണ സ്ഥലത്ത് ഒരു ദിവസം നമ്മളെ കൊണ്ടുപോകാൻ. നമ്മൾ ഒരു ദിവസം കൊണ്ടുപോകാൻ പറ. വന്നിട്ട് പണിക്ക് കാരണമൊന്നുമില്ലേ? ഇങ്ങനെ ഞണ്ടും മീനും പിടിച്ചടന്നാ മതിയോ? വിളിച്ചു കാട്ടി വന്നാണ് മീൻ പിടിക്കാത്ത. ചിക്ക് ഇന്റെ ഉറപ്പാ. ചിക്ക് കുറച്ച് കഴിയുമ്പോ എനിക്ക് വീട്ടിൽ പോകണം അറിയും. നോക്കോ, ഇവിടുത്തെ അല്ല ശരിക്കും ജോലി കിട്ടുമ്പോഴാ പോളൂ അത് പറയാ. ഞാൻ പോവാണ് പറയും. രാവിലെ നീച്ചിങ്ങനെ പോവാ. ആലോചിക്കാൻ വയ്യ. ഇപ്പൊ എന്ത് സുഖല്ലേ? ചിക്കോ പിടിച്ചോ പറഞ്ഞ് നിക്കണതാ. പിടിച്ചോ പറഞ്ഞ് നിക്കണ. വേണമെങ്കിൽ പിടിച്ചോ. ഇനി കിട്ടൂലേക്കോ ചാൻസ്. ഒരു കലിയ അറുത്ത് പോവൊന്നുമില്ല ഈ കുഞ്ഞു ഞണ്ട്. ആലോചിച്ചോ. പിടിച്ചോ സീനില്ല. ചിക്കോത് ചെറിയ ഞണ്ടാണ്. ഇറുക്കൂണ. അതിന് മാത്രം വേദന ഒന്നും ഉണ്ടാവില്ല. എന്താ അജു പിടിക്കാജോ. ഈ പിടിക്കാജോ. ഒരു കുഞ്ഞു ഞണ്ടിനെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാജോ ആൺകുട്ടിയാന്ന് പറഞ്ഞ എന്താജോ ഇതങ്ങോട്ട് പിടിക്കും. ഇല്ല. ഓ പിന്നെ അത് മറ്റേ കാലം ഞണ്ടല്ല. ആ കുടിക്കോ? സുഭാഷേട്ടൻ പിടിച്ചു തന്നില്ല നമുക്ക് ഞണ്ടിനെ. സൂ പിടിക്കും. സൂ വലിയ ഞണ്ടിനെ പിടിച്ചു തരും. ആ ചിക്കുന്റെ കൈ ഇറുക്കാനുള്ള ഗ്യാപ്പും കൂടി ഇല്ല. അതിന് ആലോചിച്ച് നോക്ക്. ചെറിയ ഇറുക്കലാണ്. എടോ ഇതൊക്കെ ഇത്ര ഉള്ളതിന്റെ ഇറുക്കാനുള്ള ഭാഗം. ചിക്കുവിന്റെ കൈ ആനക്കൈയാണ്. ആലോചിച്ച് നോക്ക്. നന്ദനെ കൊണ്ട് പിടിച്ചോൾക്ക് അന്തല്ലോ. എന്റെ കുട്ടിക്ക് അക്കാര്യത്തിലൊക്കെ അന്തണ്ട്. നമ്മള് കൊടുത്ത കുബൂസ് തന്നെയാണത്. എന്നാ എന്തായാലും സമ്മതിക്കും പിടിക്കാൻ. കുബൂസ് ഒരു കൈ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ബാക്കത്തെ കൈ കൊണ്ട് പിടി. വിട്ടോ ചിക്കുക്ക് ബാക്കത്തെ കൈ കൊണ്ട് കുബൂസ് കൊടുത്തിട്ട് ഇരുട്ടിൽ ഉറക്കി ഒരു ചോട്ടിട്ട് എങ്ങനെ എങ്ങനെ പിടിച്ച
വലിയ വായൽ ചെറിയ വായൽ വലിയ വായ വേണ്ട. ആരെ കാലം നനയാ നോക്കാം. മൊത്തായിട്ട് ഇടാനാ വിചാരിച്ചത്. പൊട്ടത്തി എവിടെ ഇങ്ങനെ നിന്നിട്ട് അതുകൊണ്ട് നല്ല സുഖം ഉണ്ടാവും. ഫോണുണ്ട് എന്ത് ആർക്കും മനസ്സിലാവില്ല കളർ. ശരിക്കും നനഞ്ഞ് നടക്കാൻ അവിടെ സുഖം. ഞാൻ പറഞ്ഞില്ല അജു, ഈ നനയ്ക്കണോ? മൊത്തമായിട്ട് നനച്ച ഇതിലും നല്ല സുഖം ഉണ്ടാവും. മുന്തിട്ട് പോയി പറയാ. അമ്മായി കൈ പിടി. കൊറച്ച് കൂടുണ്ട് കേട്ടോ അഹങ്കാരം കോക്ക് വന്നതിന് ശേഷം. കൈ പിടിക്കാതെ ഇവിടെ നടക്കാൻ പറ്റില്ല. ഇന്ന് വേണമെങ്കിൽ ജോലിക്ക് അപ്ലൈ ചെയ്തോ കിട്ടും. അജുവിന് എപ്പോഴും അത് അറിയില്ല കേട്ടോ. ഒറ്റമേനെ കണ്ട സങ്കടം അജുവോ. രണ്ടെണ്ണത്തിന് കാണണ്ടേ. എവിടെ സ്റ്റാർ ഫിഷ്? വെറുതെ അവിടെ തള്ളല്ലേ. എന്ത് വായി അജു. ഈ ഒറ്റമൈനേനെ കാണുമ്പോ സങ്കടം പറയില്ലേ, അതിന്റെ പിന്നിൽ എന്താ അറിയുള്ളത്? ഒറ്റമൈന എപ്പോഴും പേരായിട്ടേ ഉണ്ടാവുള്ളൂ മിക്ക സമയത്തും. ഒറ്റമൈന എന്ന് പറയുമ്പോ എങ്ങനെ പേരായിട്ടുണ്ടാവും? മൈന എപ്പോഴും പേരായിട്ടേ ഉണ്ടാവുള്ളൂ. മൈന എപ്പോഴും പേരായിട്ടാ ഉണ്ടാവുക. അവരെ ഒറ്റയ്ക്ക് കാണാൻ വളരെ റേറാ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ നോക്കുമ്പോഴും മിക്കപ്പോഴും രണ്ടെണ്ണത്തിനെ തന്നെ കാണും. നാട്ടില് മറ്റേ പുളിയും വാളംപുളിയൊക്കെ കടിച്ചു പിടിച്ച് നടന്നിരുന്ന സാധന ഇപ്പൊ തത്വം പറയണത്. അത് കേൾക്കാനൊരു മണ്ടത്തിൽ. അതെന്താ അമ്മയ്ക്ക് അറിയില്ല. അത് മീനിന്റെ ആണ് തോന്നുന്നു. ഇത് കണ്ടോ? കണ്ടിട്ട് പൊട്ടിക്കുന്നതിന്റെ ഉള്ളിൽ ഇതാണ് സീ ഉർച്ചിൻ. അയ്യോ ജീവൻ അയ്യോ ഇത് നോക്ക്. ഇതാണ് കടൽ പെൻസിൽ. അത് ഇതിന്റെ ഈ മുള്ള് വെച്ചിട്ട് നമ്മള് എഴുതും സ്ലേറ്റില്. ഞാൻ എഴുതിയിട്ടില്ല. എന്തൊക്കെ എഴുതാൻ കൊടുക്കാം. പിന്നെന്താ? അത് നമ്മളെ കുത്തും. പെൻസിലല്ല, അത് നമ്മളെ കടിക്കല്ലേ. കഷ്ടം. ഇത് ഇതിന്റെ ഉള്ളിൽ ജീവുള്ള സാധനമായിരുന്നു അല്ലേ? നമുക്ക് ആ ശംഖ് എടുക്കല്ലേ. ഇതിന്റെ ഉള്ളില് പേളുണ്ടോ നോക്കാം നമുക്ക്. ഓക്കെ, കടിച്ചാ മതി. കുറക്കും പേളൊക്കെ എന്തൊക്കെയോ മീറ്റാ ആക്ച്വലി. ഉണ്ടോ? പേളുണ്ടാവൂല പൊട്ടത്തി. ഇവരെ മീറ്റിന്റെ ഉള്ളിലാ പേള് ഉണ്ടാവുക. ഇതില് പേളില്ല കേട്ടോ. കണ്ടു അമ്മ, കണ്ടു മീന്. ഉണക്കമീനായി. കണ്ടു ഇതാ കോക്കുവിന്റെ കയ്യില് മീന്. നോക്കിതിന് ഇവിടെ ഒരു അടയാളൊക്കെ ഉണ്ട്. അത് കിടന്ന ഭാഗത്തുള്ള ജീവൻ ഉണ്ടായിരുന്നു. അത് ചത്തുപോയി. ഇപ്പൊ ജീവല്ലടാ ഇറുക്കുട്ടോ. ഇപ്പൊ ജീവല്ല, അത് മുന്നേ ചത്തുപോയതാ. ശംഖ് കളയല്ലേ? ആ ശംഖ് നല്ലതാ. നന്ദക്ക് എഴുതാൻ കുറച്ച് കടൽ പെൻസിൽ എടുക്കട്ടെ. നന്ദ എന്നോട് എഴുതാൻ ഈ മീനിനെ വെള്ളത്തിലിട്ടോ. ഇതാണ് ഇത്ര കടൽ പെൻസിൽ. സത്യമാണോ ദൈവത്തിന് അറിയട്ടെ. ഒന്ന് എഴുതി നോക്കണം പോയിട്ടെ. ഇത് ഞാൻ എപ്പോഴും പറയണത്. ഞാൻ തമാശ പറയണല്ലേ, ഞാൻ സീരിയസ് ആ. ഞാൻ തമാശ പറയണൊക്കെ ഇവര് സീരിയസ് ആക്കി എടുക്കുകയാണ്. ഞാൻ എന്താ പറയണ, ഇതൊക്കെ ഇവിടെ ഖത്തറിലുണ്ട് എന്നൊക്കെ ഇപ്പോഴാണ് അറിയണത്. അതാണ് അജു പിടിക്കേ കുട്ടീനെ. സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻസിബിലിറ്റി വേണം. വേറെന്തേ വേണോ? വേണ്ട. അഡീഷണൽ ആയിട്ട് കോക്കു സ്പെഷ്യൽ. ഇതൊക്കെ ഇപ്പൊ വേറെ ആരുടെയോ സ്പെഷ്യൽ അല്ലേ? മതി. ഇത് നമുക്ക് എഴുതാൻ എടുക്കാം. കളയട്ടെ.
നന്ദ പൊന്തി നോക്ക്. അതാ തെര ഒരാ ബൈക്ക് ഓടിച്ചു പോയില്ലേ. പിന്നെയും പറിച്ചോ? എങ്ങനെ പറിച്ചു? എങ്ങനെയത് പറിച്ചേ? ഞാന് കൈ കിട്ടുന്നോടത്തുണ്ടായിരുന്നത് ഈ പേൾ കത്തരല്ലേ, അപ്പൊ ഇതിന്റെ ഉള്ളിൽ പേൾ ഉണ്ടാവേണ്ടതല്ലേ? ചിക്കോ അഭിനയിക്കാണോ അതോ ജീവിക്കാണോ? തുറക്കാൻ പറ്റുമോ? എനിക്ക് പേടിയാ തുറക്കാൻ. ഞാൻ തുറക്കാം, അത് പൊട്ടിക്കണം വെറുതെ. ഓ വേണ്ട, സങ്കടാലേ. എന്റെ അടുത്തേ കഴിഞ്ഞ ദിവസം എന്റെ ഫ്രണ്ട് ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു, പക്ഷേ ഇങ്ങനെ ഒരു സാധനം കൈ കിട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തുറന്നു പോലും നോക്കാണ്ട് നീ അത് വിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. നമുക്കത്ര ഇതില്ല, തുറക്കാൻ വയ്യ. കല്ലുമ്മക്കായ ഒറിജിനൽ കല്ലുമ്മക്കായ എന്റെ കുഞ്ഞ്. തുറക്കണ്ട തുറക്കണ്ട തുറക്കണ്ട, വേണ്ട. ഓ മാത്രം മുത്തറ്റ കിട്ടിയില്ലെങ്കിൽ ചിക്കൂനെ ഞാൻ കൊല്ലും. പ്രോൺസ് പോലെ ആ പച്ചക്ക് തിന്നാൻ പറ്റും. തിന്നോ? ആ പച്ചക്ക് തിന്നാൻ പറ്റും. ഇത്ര അതിന്റെ ഉള്ളൊന്നും ഇല്ല, അതിന്റെ കാട്ടപ്പറ്റയൊക്കെ. പക്ഷേ പേൾ ഉണ്ടാവേണ്ടതാണ്. 1000-1 പേൾ ഉണ്ടാവുള്ളൂ. സീർച്ചിനെ പിടിക്കട്ടെ. നോക്ക്, ഇത് ഭയങ്കര കോസ്റ്റ്ലിയാ. ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ മീറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. മുത്തുള്ള സാധനം, മുട്ടയല്ല. ഇതൊരു മിനിറ്റ് നോക്ക്, ഇത് ഭയങ്കര സംഭവം നോക്കൂ. നന്ദയ്ക്കൊന്ന് വെച്ചുകൊടുത്ത കയ്യില് കൈ നീട്ട്. സീർച്ചിൻ അക്കു വേണ്ട, അക്കു കളയട്ടെ. അടിപൊളിയല്ലേ? 2 കോയിൻ കിട്ടിയാൽ മതി. 30 ഹഗ് ചെയ്ത് വെള്ളം വരും. പൈസ ഒന്നും വേണ്ടേ? നെയ്യൊന്ന് ഹഗ് ചെയ്ത് വെള്ളം വാങ്ങിച്ചേ. ഹഗ് ചെയ്ത് അപ്പ വെള്ളം കിട്ടും അല്ലേ? കടൽ വെള്ളല്ലേ, കടൽ വെള്ളത്തിന്റെ ടേസ്റ്റ് എന്താ? ഉപ്പ്. പക്ഷെ ഇവിടെ ഖത്തറിന്റെ പ്രത്യേകത എന്താ? മെയിൻ ഈ ഖത്തറിന്റെ യൂണീക്നെസ് എന്താ അറിയോ? ഈ തീരഭാഗത്തുള്ളത് ഉപ്പ് വെള്ളമല്ല. ഇതിന് നടുവിക്ക് പോയി കഴിഞ്ഞാൽ ഈ ചാവുകടൽ വരെ കേട്ടിട്ടില്ലേ, പൊന്തി കിടക്കണ അതേപോലത്തെ സംഭവം ഒരു ഇതുണ്ട്. ഇവിടെ ഉപ്പല്ല. ഉപ്പില്ലാന്നാ പറയുന്നത്. ഉപ്പിട്ടോ? അയ്യോ, നണ്ടുണ്ടോ? നണ്ടുണ്ടെങ്കിൽ പിടിക്ക്. പോയോ? ദാ ഞണ്ട് ഇതാ പോണ. ഇത് ഞണ്ട് വേണോ? അതാ ജീവൻ ഉണ്ടാവും കേട്ടോ.
അത് ജീവൻ കേട്ടോ ഇറുക്കുവേ. ഇതൊക്കെ എടുക്കട്ടെ എടുക്കട്ടെ. കനുണ്ടോ നോക്കിയിട്ട് എടുത്തോ. നല്ല കഴിഞ്ഞിട്ടാണ്. കനുണ്ടോന്ന് ഇപ്പൊ ഞാനെങ്ങനെ പറയാം. ഇന്നത് പിടിക്കും, ഞാൻ നോക്കാം. ഇതാണ് ഞങ്ങളുടെ ഞണ്ടിന്റെ സ്പെഷ്യലിസ്റ്റ്. ശ്രീ ചേച്ചി പറയുന്ന ഞണ്ടിലാണ് ഇറച്ചി ഉണ്ടാവുക. ഇത് ആണാണോ പെണ്ണാണോ ശ്രീ ചേച്ചി? പെണ്ണുണ്ടോ? അതെങ്ങനെ പെണ്ണാന്ന് തിരിച്ചറിഞ്ഞത്? ഇങ്ങനെ വരണ്ടാവും പെണ്ണിന് കണ്ടോ. ആ ഞാൻ വിചാരിച്ചു വേറെ വല്ല മറുപടിയും പറയാതെ. പിടിക്കാൻ പേടില്ല. ശ്രീ ചേച്ചി പറയണ കേട്ടിട്ട് ഞാനും കാലില്ല കേട്ടോ. ജീവണ്ടോ എനിക്ക് പേടിയാണ്. ഇവിടെ നിന്ന് വാങ്ങിക്കുമ്പോ ജീവണ്ടോ ഇതുപോലെ. ശ്രീ ചേച്ചി പറയണ കേട്ടിട്ടേ ഞാനും മീൻകടയിൽ പോയിട്ടേ പെണ്ണിണ്ട് വെടി പറയും. അപ്പൊ അവിടുത്തെ ചേട്ടൻ അടുത്ത് പറയും പെണ്ണാണോ ആണോ ഒന്നും എനിക്ക് അറിയില്ല, ഈ അങ്ങോട്ട് തെരഞ്ഞെടുത്തോ. അതിന് കാലില്ല. മതി. ബാഗിൽ പൈസ ഇല്ലേ? ചെക്കറാ